ആ ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നച്ച ശ്രേയോ അനുപശ്യാമി ഹത്വ സ്വജനമാകവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനിച്ച. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൃഷ്ണ, എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാകട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. ഇതിലെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സെന്റൻസിന്റെ ഒരു വാചകമാണ്, ഒരു വരിയിലെ ഒരു വാചകമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും അവസ്ഥ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്താണ് ഗുണം, എന്താണ് ദോഷം എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ശരിയും തെറ്റും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ സംഭാഷണങ്ങളിൽ കയറിക്കൂടുന്നൊരു വാക്കാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം ഇവിടെയും അത് തന്നെയാണ് അർജുനൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇനി എനിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, ഉണ്ടാവണം എന്ന് വേണമെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ അവിടെ സറണ്ടർ ചെയ്യണം, ഭഗവാനെ ശരണം പ്രാപിക്കണം. അവിടെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ അർജുനൻ പറയുന്നത്. അപ്പം അവിടെ ഭഗവാന്റെ ഡയറക്ഷൻ ഇല്ലാതെ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. വീണ്ടും അർജുനൻ കുറെ വാക്കുകൾ പറയുകയാണ്, നമ്മൾ അതിലോട്ട് പോകാം. കിംനോ രാജേന ഗോവിന്ദ രാജേന ഗോവിന്ദ. ഒരു മിനിറ്റ്. കിംനോ രാജേന ഗോവിന്ദ കിംനോ രാജേന ഗോവിന്ദ. കിം ഭോഗൈർജീവിതേന വാ കിം ഭോഗൈർജീവിതേന വാ. കിം ഭോഗൈർജീവിതേന വാ കിം ഭോഗൈർജീവിതേന വാ. യേഷാം അർത്ഥേ കാംക്ഷിതം നോ യേഷാം അർത്ഥേ കാംക്ഷിതം നോ. രാജ്യം ഭോഗാ സുഖാനി ച രാജ്യം ഭോഗാ സുഖാനി ച. യേഷാം അർത്ഥേ കാംക്ഷിതം യേഷാം അർത്ഥേ കാംക്ഷിതം നോ. രാജ്യം ഭോഗാ സുഖാനി ച രാജ്യം ഭോഗാ സുഖാനി ച. തൈമേ അവസ്ഥിതാ യുദ്ധേ തൈമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം त्यक्त्वा ധനാനി ച പ്രാണാൻ त्यक्त्वा ധനാനി ച. ആചാര്യ പിതര പുത്ര ആചാര്യ പിതര പുത്രാ തഥൈവ ച പിതാമഹാഃ തഥൈവ ച പിതാമഹാഃ. തൈമേ അവസ്ഥിതാ യുദ്ധേ തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം त्यक्त्वा ധനാനി ച പ്രാണാൻ त्यक्त्वा ധനാനി ച. ആചാര്യ പിതര പുത്ര ആചാര്യ പിതര പുത്രാ തഥൈവ ച പിതാമഹാഃ തഥൈവ ച പിതാമഹാഃ. മാതുല ശ്വശുരോ പൗത്ര മാതുലാം ശ്വശുരാം പൗത്രാ ശ്യാല സംബന്ധിനസ്തഥാ ശ്യാലാ സംബന്ധിനസ്തഥാ. ഏതാൻ ന ഹന്തുമിച്ഛാമി ഏതാൻ ന ഹന്തുമിച്ഛാമി. ഘ്നതോ അപി മധുസൂദന നതോപി മധുസൂദന. അപി ത്രൈലോക്യരാജ്യസ്യ
अपि त्रैलोक्यराजस्य ഏതോ കിം നു മഹീകൃതേ हेदो किं नु महीकृते നിഹത്യ ധാർത്തരാഷ്ട്രാന്ന. 35 ആയില്ലോ. ആ ലൈൻ കൂടെ വരണം. നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന. സുമാജി വായിച്ചതിനകത്ത് ലാസ്റ്റ് ലൈൻ ഏതാ? 35-ന്റെ 35 ലാസ്റ്റ് ലൈൻ ഞാൻ എന്റെ ഉള്ള പോലെ വായിക്കാം കേട്ടോ. നിഹത്യഥാർത്ഥരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന അല്ലേ? അതാണോ ലാസ്റ്റ് ലൈൻ പറഞ്ഞേക്കുന്നേ? ലാസ്റ്റ് ലൈൻ അങ്ങനെ ആക്കി, എന്തെങ്കിലും അങ്ങനെയല്ല. അതാണ് ചോദിച്ചത്. അവിടെ എത്ര ലാസ്റ്റ് ലൈൻ വരുന്നത്? അതെ. പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനതതായിനഃ. അവിടെയാണ് ഇവിടെ അതിന്റെ അർത്ഥം വരുമ്പോ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണെന്നുള്ളത്. കാര്യം ഇവിടെ പറയുന്നത് നിഹത്യ ധാർത്തരാഷ്ട്ര ന ക പ്രീതി സ്യാ ജനാർദ്ദന. അവിടെ ആ ചോദ്യം ചോദിച്ച് അവിടെ നിർത്തുകയാണ്. ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു സുഖം കിട്ടാനാണ്? ആ ക്വസ്റ്റ്യൻ അവിടെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റാ വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്ക് ഈ മീനിങ് അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്ത കാരണമാണ്. ചാൻഡിങ്ങിന്റെ സമയത്ത് ഞങ്ങള് ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ, ലൈൻ മാത്രം, സ്റ്റാൻഡ്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കറക്ഷൻ വരാനെന്ന് എനിക്ക് തോന്നുന്നത്. ശ്ലോകം കോമ്പറ്റീഷൻ, ശ്ലോകം കാണാൻ പഠിക്കുമ്പോൾ അർത്ഥം അറിയാതാണ്, ശ്ലോകം മാത്രമേ കാണാൻ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അവിടെയാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. അപ്പൊ ഇതിന്റെ ശബ്ദാർത്ഥം നമുക്ക് വായിക്കാം. ശബ്ദാർത്ഥം, വിവർത്തനം, എന്നിട്ട് ഒന്നുകൂടെ ശ്ലോകം വായിക്കാം. ശബ്ദാർത്ഥം വിവർത്തനം ശീല പ്രഭുപാദക്കിച്ച്. ഗോവിന്ദ കൃഷ്ണ ന ഞങ്ങൾക്ക് രാജ്യേന രാജ്യം കൊണ്ട് കിം എന്തു പ്രയോജനം ഭോഗൈഹി ഭോഗങ്ങളെ കൊണ്ടും ജീവിതേന വാ ജീവിതം കൊണ്ടുപോലും കിം എന്തു പ്രയോജനം ന ഞങ്ങൾക്ക് യേഷാമർത്ഥേ യാതൊരുവർക്ക് വേണ്ടി രാജ്യം കാംക്ഷിതം ആഗ്രഹിക്കപ്പെടുന്നുവോ ഭോഗാസുഖാനിച്ച ഭോഗങ്ങളും സുഖങ്ങളും യേഷാമർത്ഥേ കാംക്ഷിതാനി ആർക്കു വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നുവോ തേ അങ്ങനെയുള്ള ആചാര്യാഹ ആചാര്യന്മാർ പിതരഹ പിതാക്കൾ പുത്രാഹ പുത്രന്മാർ തഥാ ഏവച അപ്രകാരം തന്നെ പിതാമഹാഹ പിതാമഹന്മാർ മാതുലാഹ അമ്മാവന്മാർ ശ്വശുരാഹ ശ്വശുരന്മാർ പൗത്രാഹ പൗത്രന്മാർ ശ്യാലാഹ അളിയന്മാർ തഥാ അപ്രകാരം തന്നെ സംബന്ധിനഹ ബന്ധുക്കൾ ഇമേ ഇവരെല്ലാവരും പ്രാണാൻ ജീവനെയും ധനാനിജ ധനങ്ങളെയും ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട് യുദ്ധേ യുദ്ധക്കളത്തിൽ അവസ്ഥിതാഹ നിൽക്കുന്നു. മധുസൂദന മധുവിനെ ഹനിച്ചവനെ കൃഷ്ണ ഘ്നഥ അഭി എന്നെ കൊല്ലുന്നവരാണെങ്കിലും ഏതാൻ ഇവരെ ത്രൈലോക്യ രാജ്യങ്ങൾക്ക് ഹേതു അഭി വേണ്ടിപ്പോലും ഹന്തും കൊല്ലാൻ ന ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹീകൃതേ ഭൂമിക്ക് വേണ്ടി കിന്നു എന്ത് പിന്നെ പറയണോ? ജനാർദ്ദന ജീവജാലങ്ങളുടെ രക്ഷക, ജനാർദ്ദന ജീവജാലങ്ങളുടെ രക്ഷക. ധാർത്തരാഷ്ട്രന്മാരെ നിഹത്യ കൊന്നിട്ട് നഹ ഞങ്ങൾക്ക് കാ പ്രീതി സ്യാ എന്തു സന്തോഷമുണ്ടാകും. വിവർത്തനം സ്മിതമാതാജി ഒന്ന് വായിച്ച്. ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതൃപിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശ്വശുരന്മാർ, ശ്യാലന്മാർ തുടങ്ങിയ ബന്ധങ്ങളാണിങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവരെ വധിക്കുവിൽ
ലോകമാകെ നേടാമെന്നു വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? ഹരികൃഷ്ണൻ. എന്നിട്ടാണോ ഈ ഭൂമിക്ക് വേണ്ടി ജനാർദ്ദന ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? കിം നോ രാജേന ഗോവിന്ദ, കിം നോ രാജേന ഗോവിന്ദ, കിം ഭോഗേ ജീവിതേന വാ, കിം ഭോഗേ ജീവിതേന വാ, യേഷാം അർത്ഥേ കാംക്ഷിതം നോ, രാജ്യം ഭോഗാ സുഖാനി ച, തയിമേ അവസ്ഥിതാ യുദ്ധേ, പ്രാണം ത്യക്ത്വാ ധനാനി ച, ആചാര്യ പിതര പുത്ര, തഥൈവ ച പിതാമഹഃ, മാതുലാ ശ്വശുരാ പൗത്ര, ശാലാ സംബന്ധിനസ്തഥാ, ഏതാ ന ഹന്തുമിച്ഛാമി, നതോ അപി മധുസൂദന, അപി ത്രൈലോക്യരാജ്യസ്യ, ഹേതോ കിം नु മഹീകൃതേ, നിഹത്യ ധാർത്തരാഷ്ട്രാന്ന, കാ പ്രീതി സ്യാത് ജനാർദ്ദന, തുമാജി വായിച്ചോളൂ. കിം നോ രാജേന ഗോവിന്ദ, കിം ഭോഗൈർജീവിതേന വാം, യേഷാമർത്ഥേ കാംക്ഷിതം നോ, രാജ്യം ഭോഗാ സുഖാനി ച, ത ഇമേവ സ്ഥിതാ യുദ്ധേ, പ്രാണാം ത്യക്ത്വാ ധനാനി ച, ആചാര്യാഃ പിതരഃ പുത്രാഃ, തഥൈവ ച പിതാമഹഃ, മാതുലാ ശ്വശുരാ പൗത്രാഃ, ശാലാ സംബന്ധിനസ്തഥാ, ഏതാൻ ന ഹന്തുമിച്ഛാമി, നതോപി മധുസൂദന, അപി ത്രൈലോക്യരാജ്യസ്യ, ഹേതോ കിം नु മഹീകൃതേ, നിഹത്യ ധാർത്തരാഷ്ട്രാന്നഃ, കാ പ്രീതി സ്യാത് ജനാർദ്ദന. ഹരേ കൃഷ്ണ. വിദ്യാജി വായിച്ചോളൂ. ശ്ലോകം ശ്ലോകം നമ്മളിന്ന് വായിച്ചത് ഫുള്ള്. കിം നോ രാജ്യേന ഗോവിന്ദ, കിം നോ രാജേന ഗോവിന്ദ, കിം ഭോഗൈർജീവിതേന വാ, യേഷാമർത്ഥേ കാംക്ഷിതം നോ, രാജ്യം ഭോഗാ സുഖാനി ച, ത ഇമേ അവസ്ഥിതാ യുദ്ധേ, പ്രാണാൻ त्यक्त्वा धनानि च, आचार्या पितरः पुत्रा, तथैव च पितामहः, मातुला श्वशुरा पौत्रा, शाला सम्बन्धिनस्तथा,
एतान् हन्तुमिच्छामि नतोऽपि मधुसूदन अपि त्रैलोक्यराज्यस्य हेतो किं नु मही कृते निहत्याधार्तराष्ट्रान्न का प्रीति सच्चनार्दन पापमेवाश्रयेत् तस्य हत्वै तान्नतत्तायिनः तस्मान्नार्ह वयं हन्तुं धार्तराष्ट्रान्व बान्धवान् स्वजनं हि कथं हत्वा सुखिनः स्वां माधव. हरे कृष्ण. മ്യൂട്ടാണ് പ്രഭു. മ്യൂട്ടാണ് പ്രഭു. ഞാൻ പറഞ്ഞത് ആ ശ്ലോകം നമ്മൾ വായിച്ചില്ലെന്നാണ് പറഞ്ഞത്. നമ്മള് 35 വരെ വായിച്ചിട്ടുള്ളൂ. ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന. ഓക്കെ, സുധീഷ് ജി, ഹരേ കൃഷ്ണ. കിം നോ രാജേന ഗോവിന്ദ കിം ഭോ ഗൈർവജീവതേ ജീവിതേന വാ യേഷാർമഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗോ സുഖാനി ച ത ഇമേ അവസ്ഥിത യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധാനി ച ആചാര്യ പിതര പുത്ര തഥൈവ ച പിതാമഹോ മാതുലാ ശുശുലാ പൗത്ര സ്യാലാ സംബന്ധിനാസ്ത്രിതോ ഏതാന്ന ഹന്തുമിച്ഛാമി ഗനതോപി മധുസൂദന അഭിത്രൈലോക്യ രാജ്യസ്യ മഹതോ കിം नु മഹീചതേ ഹേതോ കിം नु മഹീചതേ നിഹത്യ യഥാർത്ഥ രാഷ്ട്രാന കാപ്രീത്യ ജനാർദ്ദന. കണ്ണ് തീരെ പറ്റുന്നത്. എനിക്കും എന്റെ ഇരിക്കുന്നത് പഴയതായിരിക്കുന്നത്, അതെല്ലാം മാഞ്ഞു പോയി അക്ഷരങ്ങള്. ശ്രീമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മീരാജി വന്നിട്ടുണ്ട്, പ്രഭുവിന്റെ അനിയത്തി വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, വായിച്ചോളൂ. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്തെ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തൈമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യ പിതര പുത്രാസ് തഥൈവ ച പിതാമഹാഃ മാതുലാ ശ്വശുരാ പൗത്രാഃ ശാല്യാ സംബന്ധിനസ്തതാ ഏതാൻ ഹന്തുമിച്ഛാമി ഘന്തോ അപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീ കൃതേ നിഹത്യാധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന. ഹരേ കൃഷ്ണ. മീരാജി, കിട്ടിയായിരുന്നോ ശ്ലോകം ഏതാണെന്നുള്ളത്? ഓക്കെ, നമ്മൾ ഇന്ന് 32, 33, 34, 35 ഈ 4 ശ്ലോകം ഒരുമിച്ചാണ്. വായിച്ചോളൂ. മ്യൂട്ടാണ്. വായിച്ചു. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്തെ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേ വസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യ പിതര പുത്ര തഥൈവ ച പിതാമഹ മാതുലാ ശ്വശുരാ പൗത്ര
സ്യാലാ സംബന്ധിനസ്തദാ ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നദോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ. നിഹത്യ ഒരു ലൈനും കൂടെ ഉണ്ട്. നിഹത്യതാർത്ഥരാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന. ആ ലൈനും കൂടെ വരുമ്പോഴാണ് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. നിഹത്യഥാർത്ഥ രാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന. ഇവിടെ ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ആർക്ക് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതൃപിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശ്വശുരർ, ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവർ എന്നെ കൊന്നാലാവട്ടെ, ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. എന്നിട്ടാണോ ഈ ഭൂമിക്ക് വേണ്ടി ജനാർദ്ദന ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? അപ്പൊ നേരത്തെ പറഞ്ഞു എന്ത് ഗുണമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തത് വീണ്ടും പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, എന്ത് സുഖം കിട്ടാനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്കൊന്നും മനസ്സിലാവില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷെ ഇവിടെ ഒരു ചോദ്യം അർജുനൻ ചോദിക്കുന്നുണ്ട്, ഒരു സംബോധന ചെയ്യുന്നുണ്ട്. എന്താണ്? റൈറ്റ് പേഴ്സണോടാണ് ചോദിക്കുന്നത് എന്നുള്ളത് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ അതിന് നമ്മളും പിന്തുടരേണ്ടത് അതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, പ്രവർത്തികൾ എങ്ങനെ വേണമെന്നുള്ളത് റൈറ്റ് പേഴ്സണോട് വേണം ചോദിക്കാൻ. അവിടെ സ്യാ ജനാർദ്ദന, ജീവജാലങ്ങളുടെ രക്ഷകനെ, സംരക്ഷകനെ. ജനാർദ്ദനൻ എന്ന പേരിന്റെ അർത്ഥം സംരക്ഷകൻ എന്നാണ്. സംരക്ഷിക്കുന്നവനെ റൈറ്റ് പേഴ്സണോടാണ് ചോദിക്കുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും റൈറ്റ് പേഴ്സണോടാണ് ചോദിക്കേണ്ടത്. ഇതിന്റെ ഭാവാർത്ഥം കൂടെ നമുക്ക് വായിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഭാവാർത്ഥം സ്മിതമാതാജി ഒന്ന് വായിച്ചോളൂ. ഭാവാർത്ഥം. ഹരികൃഷ്ണ. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന എന്നർത്ഥമുള്ള ഗോവിന്ദ എന്ന പദം കൊണ്ടാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. സാരവത്തായ ഈ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധ്വനിപ്പിക്കുന്നു. ഗോവിന്ദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിയല്ല. എങ്കിലും ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്ദർഭത്തിന് ശ്രമിക്കുന്നതായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. ഭൗതിക ലോകത്തിൽ എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളണമെന്നും അവർ ആശിക്കുന്നു. എന്നാൽ ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും ആഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിലത്രേ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നത്. മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കാതെ ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്തുഷ്ടി മുൻനിർത്തി പ്രവർത്തിക്കുന്ന ജീവന് ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറും. ബന്ധുക്കളോടും സമുദായത്തോടുമുള്ള അർജുനന്റെ അഗാധമായ മമതാബന്ധം സ്വാഭാവികമായ അനുകമ്പയാൽ ഇവിടെ ഭാഗികമായി പ്രദർശിപ്പിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന് യുദ്ധ വൈമുഖ്യമുണ്ടാക്കി. മാത്രമല്ല താൻ നേടിയ ഐശ്വര്യത്തെ ബന്ധുമിത്രാദികളെ കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അർജുനനാകട്ടെ തന്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഐശ്വര്യത്തിൽ പങ്കുകൊള്ളാൻ ആരും ഉണ്ടാവില്ലെന്നും ഭയപ്പെടുന്നു. ഭൗതിക ജീവിതത്തിലെ സ്വാഭാവികമായ കണക്കുകൂട്ടലാണിത്. ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആധ്യാത്മിക ജീവിതം. ഭക്തന് ഭഗവാന്റെ ഇംഗിതം നിറവേറ്റണമെന്ന് മാത്രമാണ് ആഗ്രഹം.
അതുകൊണ്ട് സർവവിധങ്ങളായ ഐശ്വര്യങ്ങളെയും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി അയാൾ സ്വീകരിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചു കൂടതാനും. അർജുനൻ ബന്ധുക്കളെ ഹിംസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒന്നാവശ്യമെങ്കിൽ കൃഷ്ണൻ സ്വയം അത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം ആശിച്ചു. രണാങ്കണത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നു കഴിഞ്ഞു എന്ന് താൻ അദ്ദേഹത്തിന് ഒരു ഉപകരണമാവുക മാത്രമേ ഇനി വേണ്ടൂ എന്നും ഈ സമയത്ത് അർജുനൻ അറിഞ്ഞിരുന്നില്ല. ഇത് അടുത്ത അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വതേ ഭഗവത് ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പക വീട്ടാൻ ഉദ്ദേശിച്ചില്ല. എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം. കൃഷ്ണഭക്തൻ അപരാധികളോട് പക വീട്ടാറില്ല. തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഹരേ കൃഷ്ണ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, സ്വതേ ഭഗവത് ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പക വീട്ടാൻ ഉദ്ദേശിച്ചില്ല. ഒരു വൈഷ്ണവന്റെ ലക്ഷണമാണ്. ആരോടും പകയില്ല. എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം. ഭഗവാൻ ആൾറെഡി തീരുമാനിച്ചു. കാര്യം, കൃഷ്ണഭക്തൻ അപരാധികളോട് പക വീട്ടാറില്ല. തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്ത ദ്രോഹം ഭഗവാൻ അവിടെ ഭക്തന്മാര് മാപ്പ് കൊടുത്തു കഴിഞ്ഞാലും തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, വളരെ ചെറിയൊരു ഉദാഹരണം ആദ്യം പറയാം. അംബരീഷ മഹാരാജിന്റെ ചരിത്രമുണ്ട്. അംബരീഷ മഹാരാജിനോട് ദുർവാസാവ് മഹർഷി വളരെ ദേഷ്യപ്പെടുകയും ശപിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഏകാദശി പാരണ വിട്ടാൻ ഒരു തുള്ളി വെള്ളം, ജലം മാത്രം കഴിച്ചതേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ദുർവാസാവ് മഹർഷി ദേഷ്യപ്പെട്ടു, ആദിത്യ മര്യാദ കാണിച്ചില്ല എന്ന് ദേഷ്യപ്പെട്ട് ആ സമയം തന്നെ ഭഗവാനോട് പോലും ചോദിക്കാതെ ഭഗവാന്റെ കയ്യിലിരുന്ന ചക്രം ദുർവാസാവ് മഹർഷിയുടെ കഴുത്തിന് നേരെ നീണ്ടുവന്നു. അവസാനം എല്ലാ ലോകങ്ങളും കറങ്ങി ദുർവാസാവ് മഹർഷി ഭഗവാന്റെ അടുത്ത് നിന്നിട്ടും ഭഗവാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എന്നോട് ചോദിക്കാതെയാണ് ചക്രം പോയത്. നേരെ അംബരീഷ മഹാരാജാവിനോട് തന്നെ ക്ഷമ ചോദിക്കാൻ പറഞ്ഞു, രക്ഷിക്കണമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ച് അംബരീഷ മഹാരാജാവിന്റെ അടുത്ത് ചെന്ന് ദുർവാസാവ് മഹർഷി ശരണാഗതി പ്രാപിച്ചപ്പോൾ മാത്രമാണ്, സറണ്ടർ ചെയ്തപ്പോൾ മാത്രമാണ് ആ ചക്രം തിരിഞ്ഞു പോയത്. അവിടെ അംബരീഷ മഹാരാജാവ് ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. അംബരീഷ മഹാരാജാവ് തിരിച്ചു ചോദിക്കുകയാണ്, മഹർഷേ, ഞാൻ എന്ത് യോഗ്യനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി പറയുകയാണ്, എനിക്കതൊന്നും അറിയത്തില്ല. ഭഗവാൻ പറഞ്ഞു അങ്ങയുടെ പാദങ്ങൾ ശരണം പ്രാപിക്കാൻ പറഞ്ഞു. ഇവിടെ ഇതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം. രണ്ട്, നോക്കൂ, യുദ്ധാങ്കണത്തില് ആരൊക്കെ വന്ന് നിൽക്കുന്നു? ബന്ധുക്കള്, അളിയന്മാര്, ഗുരുജനങ്ങള്, ആചാര്യന്മാര്, സകലരും വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്നിട്ട് അർജുനൻ പറഞ്ഞത് എന്താണ്? എല്ലാം കളഞ്ഞിട്ട്, മരിക്കാൻ പോലും തയ്യാറായിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാൻ അവസാന നിമിഷം പോലും കോംപ്രമൈസിന് അവിടെ ചെന്നു. ഒരു ചെറിയൊരു വീടെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അതുപോലും കൊടുക്കാൻ പറ്റാത്തവരാണ് എല്ലാം പോകട്ടെ എന്ന് വന്ന് നിൽക്കുന്നത്. അപ്പം ബുദ്ധിശൂന്യമല്ലേ? അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, എന്ത് വേണം എന്നുള്ളത് അറിയില്ല. അവിടെ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ബുദ്ധി വിട്ടുപോയി. അവിടെ വന്നത് വെറും ഭൗതികമായ അഭിലാഷം മാത്രമാണ്.
അതേസമയം പാരലി അർജുനനും ഭൗതികമായ അഭിലാഷം തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ആ സെന്റിമെന്റ്സ് അസ്ഥാനത്താണ്. ഈ സെന്റിമെന്റ്സ് പാടില്ല എന്നാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. ചെറിയൊരു ഉദാഹരണം നമുക്ക് എടുക്കാം. നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ വിവാഹമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടാവും, ആ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് മുഹൂർത്തം എല്ലാം കഴിഞ്ഞിട്ട് വരന്റെ കൂടെ വണ്ടിയിൽ കയറുമ്പം ആ വധുവിനൊരു കരച്ചിൽ കാണണം. ഏതോ ഒരു അപകടമായ അവസ്ഥയിലേക്ക് നമ്മൾ അഗാധ ഗർഭത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ളൊരു കരച്ചില്, എന്തോ നഷ്ടപ്പെടുന്നു എന്നുള്ള അച്ഛന്റെയോ അമ്മയുടെയോ ബന്ധുക്കളുടെയോ കരച്ചില്. ഈ സെന്റിമെന്റ്സ് ദൗർബല്യം കൊണ്ടാണോ അതല്ല ശരിയായ രീതിയാണോ ആ വിഷമാവസ്ഥ അവർ പ്രകടിപ്പിക്കുന്നത്? ഇനി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അച്ഛനും അമ്മയും പറയുവാണ് എനിക്ക് തിരിച്ച് പറഞ്ഞു വിടാൻ വളരെ വിഷമമുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് ശരിയാണ്, നീ പോയി ഒന്നും വേണ്ട, നീ എന്റെ വീട്ടിൽ തന്നെ കഴിയൂ എന്ന് പറയുന്നത് ശരിയാണ്? ഏതാണ് സത്യം നല്ലത്? ഏതാണ്? പറഞ്ഞയക്കണം പ്രഭു. പറഞ്ഞയക്കണം. ആ നവവധുവും കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഏതോ വലിയ അബദ്ധത്തിലേക്ക് പോവുകയാണെന്നുള്ളത് ഒരുപക്ഷെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. ഏതോ വലിയ അബദ്ധത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത്. ഇവിടെ ഒന്നും നമുക്ക് ശരിയായ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. വെറും നൈമിഷികമായ സങ്കടങ്ങളും ഭൗതിക വികാരങ്ങളും നമ്മൾ അവിടെ പ്രകടിപ്പിക്കുന്നു. ഇതേ ഒരു പ്രകടനമാണ് അർജുനൻ അവിടെ ചെയ്തത്. ഇവിടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടേതായ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യാതെ, ഒരു വിവാഹം ഗർഭധാന സംസാരത്തിന്റെ ഭാഗമാണ്, പുതിയ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാനുള്ളതാണ്, അത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പുത്രാർത്ഥേ, നല്ലൊരു പുത്രന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? നല്ലൊരു മക്കൾക്ക് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഈ പുത്രൻ നമ്മളെ എന്ന നരകത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി പുതിയൊരു ജനതയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിഷമിക്കുമോ? വിഷമിക്കില്ല. അപ്പൊ അവിടെ ഈ ബോധമില്ല. അതുപോലെ ഇവിടെ അർജുനൻ ആസ്ഥാനത്ത് ഭൗതികമായിട്ട് ഈ ഇന്ദ്രിയങ്ങളെ മാത്രം കണ്ടുകൊണ്ട്, ഇന്ദ്രിയത്തിൽ മാത്രം നിന്നുകൊണ്ട് വിഷമിക്കുന്നു. ഇതൊന്നും നോക്കേണ്ട, നീ ലോങ് ടൈം വിഷനിൽ നോക്കിയാൽ മതി. നീ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ട, നീ ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട, നീ എനിക്ക് വേണ്ടിയിട്ട് മാത്രം യുദ്ധം ചെയ്താൽ മതി എന്ന് ഭഗവാൻ പറയുന്നു. കാര്യം ആരോടാണ് ചോദിച്ചത്? രക്ഷകനോടാണ് ചോദിച്ചത്. സ്യാ ജനാർദ്ദന. നമ്മള് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിതമായി കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ തേഷാം സർവയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാമുപയാന്തിതേ. തേഷാം സതതയുക്താനാം, എപ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ, ഭജതാം പ്രീതിപൂർവകം എപ്പോഴും ഭജിച്ചുകൊണ്ടിരുന്നാൽ, ദദാമി ബുദ്ധിയോഗം, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ബുദ്ധിവിശേഷം നിനക്ക് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പം ഭൗതികമായ ഇന്ദ്രിയ ആഗ്രഹങ്ങളെല്ലാം വിട്ടിട്ട് എന്താണ് നിന്റെ നിയതമായ കർമ്മം, അത് ചെയ്യണം എന്ന് പറയുകയാണ്. ഒരു കഥ പറയാം. ഒരാള് ഒരു വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം അവിടുത്തെ വേലക്കാരൻ, സർവന്റാണ്. അനേക വർഷം ജോലി ചെയ്തു. ഒരിക്കൽ അദ്ദേഹത്തിന് പ്രായമായി, ഇനി കൂടുതൽ അങ്ങോട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആ ലാൻഡ് യജമാനനോട് പറഞ്ഞു, ഞാൻ വിട്ടുപോവുകയാണ്,
പ്രായാധിക്യം കൊണ്ട് ഇനി അങ്ങോട്ട് എനിക്ക് പരിചരിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ സേവനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരി, യജമാനൻ സമ്മതിച്ചു. ഓക്കെ, അങ്ങനെയാണ് തീരുമാനമെങ്കിൽ പോകാം. ഈ വേലക്കാരൻ ഒന്ന് വിഷമിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എന്താ നീ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വേലക്കാരൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ശരീരം ദുർബലമായി, വാർദ്ധക്യം പ്രാപിച്ചു. അപ്പം ഉപജീവനത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്നും ഇനി അങ്ങോട്ട് തുടർന്ന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ വിഷമിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. അപ്പോഴാണ് ആ വീട്ടുടമസ്ഥൻ പറയുന്നത്, ഓ, ഞാൻ ഒരു കാര്യം മറന്നുപോയി, അങ്ങ് വാ എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ നോക്കുമ്പം 3-4 കുടങ്ങള് തുണിയിട്ട് കെട്ടിവച്ചിരിക്കുന്നു. അദ്ദേഹം അതഴിച്ചു. ആ വേലക്കാരൻ കാണുന്നത് ആ കുടങ്ങൾ നിറയെ നാണയങ്ങളാണ്. പറഞ്ഞു, നീ ഇവിടെ ജോലി ചെയ്യുമ്പം നിനക്ക് ഞാൻ ശമ്പളം തരുമ്പോൾ ഒരു വിഹിതം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കുടങ്ങളിലിട്ട് സൂക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ നിന്റെ ശരീരം ദുർബലമാവും, അന്ന് നിനക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ നീ ഇവിടെ വിടുമ്പം നിനക്ക് തരാൻ വേണ്ടിയിട്ട് നീ ചെയ്യുന്ന ശമ്പള വേതനത്തിനനുസരിച്ചിട്ട് ഞാൻ ഒരു വിഹിതം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ പരിചാരകന്റെ, ആ വേലക്കാരന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. ഇതുപോലെയാണ് അദ്ദേഹം ഒട്ടും അറിഞ്ഞില്ല. അദ്ദേഹം കഷ്ടപ്പെടുമ്പോൾ ഒന്നും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സമ്പാദ്യം എനിക്ക് കിട്ടുമെന്നുള്ളത്. ഇതുപോലെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് അവിടെ അർജുനൻ വിശേഷിപ്പിക്കുന്നത് ജനാർദ്ദന, സംരക്ഷകനെ. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് അഹൈതുകമായ സേവനം ചെയ്യുമ്പോൾ, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ, നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് എപ്പോഴാണോ സംരക്ഷണ വേണ്ടത് ആ സമയത്ത് യഥാവിധി ഭഗവാൻ നമ്മുടെ അടുത്ത് വരും എന്നുള്ളത് വളരെ ശരിയായ ഉറപ്പായ ഒരു കാര്യമാണ്. അചിഞ്ചിതമായി, അനർഗളമായി, വിശ്വസ്തയോടെ ഭഗവാനെ വിളിക്കുക, ഭഗവാന് സമർപ്പിതമായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യാൻ എന്നർത്ഥമുള്ള ഗോവിന്ദ എന്ന് വിളിക്കുന്നത്. ഇവിടെ വീണ്ടും പറയുന്നത്, ഭൗതിക ലോകത്തിൽ എല്ലാവരും തങ്ങളുടെയും ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളണമെന്നും അവർ ആശിക്കുന്നു. എന്നാൽ ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും അവർ ആഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിലത്രേ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്നത്. അപ്പം ആ വേലക്കാരൻ അറിയാതെ, മനസാ വാചാ കർമ്മണ ഒന്നും അറിയാതെ അദ്ദേഹത്തിന്റെ ശേഷിച്ച കാലം യഥേഷ്ടം സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള സമ്പാദ്യം ഭഗവാൻ കൊടുത്തു. ആ വേലക്കാരന് ആ വീട്ടുടമസ്ഥൻ കൊടുത്തതുപോലെ നമുക്കും അഹൈതുകമായ ആ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതും കൂടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യം ഞാൻ നേരത്തെ നിർത്തിയത് ഇന്ന് പുരുഷോത്തമ മാസമാണ്. പുരുഷോത്തമ മാസത്തെ കുറിച്ച് കുറച്ച് സ്മിതമാതാജി പറയും. ഇതില് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എന്തെങ്കിലും ഈ ശ്ലോകത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടോ?
സുമാജി, ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ പരസ്പര വൈരുദ്ധ്യങ്ങളോ എന്ത് വേണമെങ്കിലും പറയാം. ഒന്നുമില്ല പ്രഭു. ഒന്നുമില്ല. നീരാജി, സുധീഷ് ജി? പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രഭു. എന്നാലും 10 ശ്ലോകം കൂടെ കഴിയുമ്പോൾ നമ്മൾ 2ാം അധ്യായത്തു നിന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ. ഓ, കഴിഞ്ഞു അല്ലേ? ശരിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമ്മൾ 2ാം അധ്യായത്തിലോട്ട് പ്രവേശിക്കുകയാണ്. 2ാമത്തെ അധ്യായത്തിലോട്ട് പ്രവേശിക്കുകയാണ്. അതുവരെ ഭഗവാൻ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഫിലോസഫികൾ, എന്തൊക്കെ ഫിലോസഫികൾ കേട്ടോ അതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. നീ എല്ലാം പറഞ്ഞു, ഇതിനുള്ള ഉത്തരമെല്ലാം ഞാൻ പിന്നീട് പറയാം എന്ന് പറയുകയാണ്. അതില് വേറൊരു കാര്യം വെച്ചാൽ ഇതുവരെയ്ക്കും നമ്മൾ കേട്ടത്തോളം നമ്മുടെ ലൈഫിൽ എടുക്കേണ്ട വേറൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നമുക്ക് എത്രയൊക്കെ ആൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരാളെ പരിപൂർണമായിട്ട് കേൾക്കണമെന്നത് ഇപ്പൊ ഭഗവാന്റെ ഈ ഒരു ഇതിൽ കൂടെ നമ്മൾ പഠിക്കുകയാണ്. സത്യം. അത് അർജുന വളരെ മോശപ്പെട്ട രീതിയിലും വളരെ എന്താ പറയുന്ന സ്വഭാവമാനത്തിലും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല ഭഗവാൻ. പക്ഷെ ഈ 2ാമത്തെ അധ്യായത്തില് ശ്ലോകം നമ്പർ 2ഉം 4ഉം 5ഉം ഒക്കെ അങ്ങോട്ട് നല്ലോണം കൊടുക്കും പുള്ളിക്ക്. നല്ലൊരു എൻട്രി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഒബ്സർവേഷൻ ആണ് ഇതിനകത്ത് നിന്നുള്ള ഒരു ഒബ്സർവേഷൻ. അതെ, നമുക്ക് പേഷ്യൻസ് വേണം. നമ്മൾ കേൾക്കാനുള്ള, ഇപ്പം സ്പിരിച്വൽ ലൈഫിൽ ആദ്യമുള്ളത് പേഷ്യൻസ് ആണ്. ഞാൻ ആ കഥ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ആദ്യം നമുക്ക് പേഷ്യൻസ് വേണം. പേഷ്യൻസ് വളരെ പേഷ്യൻസിന്റെ തനി മലയാളം എന്താണ് സുധീഷ് ജി? ക്ഷമാശീലം വേണം. ഇപ്പൊ നമ്മുടെ ഒരു മാങ്ങ കിട്ടി, അല്ലെങ്കിൽ ഒരു പച്ചമാങ്ങ നിൽക്കുന്നു. ഈ പച്ചമാങ്ങ നമുക്ക് അന്നേരം പുളിയാണ്. ഇതിനെ സ്വാദോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് പഴുത്തു വരാനുള്ള ഒരു ക്ഷമ നമുക്കുണ്ടാവണം, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ ആ ഒരു ക്ഷമ ഉണ്ടാവണം എന്നുള്ളത്, അതിനൊരു വാക്ക് നമ്മൾ പ്രയോഗിക്കും, എഴുതി വെച്ചോളൂ. എന്താ പറയുന്നത്, സൂത്രവാക്യം, ഫോർമുല നമുക്ക് ആവശ്യമാണ്. പുഷ്, PUSH, പുഷ്. PUSH, push. Pray you until something happened. Pray you until something happened. Pray you, P, U is until, yes, something, H happened. Push. Pray you until something happened. ക്ഷമയോടെ കേൾക്കാനും ക്ഷമയോടെ കാത്തിരിക്കാനും ഒക്കെ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ചെറിയ ചെറിയ നൈമിഷികമായ ഇമോഷണലിൽ, അതായത് ടെമ്പററി ഇമോഷണലിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് പെർമനന്റ് ആയിട്ട് ജഡ്ജ് ചെയ്യരുത്. ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാകുന്ന ടെമ്പററി ഇമോഷൻ, ടെമ്പററി ഇമോഷനിൽ ലോങ് ടൈം വിഷനായ ഭഗവാനെ, അൾട്ടിമേറ്റ് കൺട്രോളായ ഭഗവാനെ പെർമനന്റ് ആയിട്ട് ജഡ്ജ് ചെയ്യരുത്. നമുക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. നമ്മള് ഭഗവാന് സമർപ്പിതമായി കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ റിസൾട്ട് എന്താണ്, എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഈ വേലക്കാരന് വേണ്ടി നമ്മുടെ ഓരോ സ്റ്റെപ്പിനും പ്രതിഫലമുണ്ട്, ഓരോ ചാൻഡിങ്ങിനും പ്രതിഫലമുണ്ട്, ഓരോ സ്തുതിക്കും പ്രതിഫലമുണ്ട്, ഓരോ വായനയ്ക്കും, ഭഗവാന്റെ വാക്കുകൾ വായിക്കുന്നതിനും പ്രതിഫലമുണ്ട്. പക്ഷേ ആ വേലക്കാരൻ അറിയാതെ ആ വീട്ടുടമസ്ഥൻ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ ആ പ്രതിഫലങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ
അത് എപ്പോഴാണ് എങ്ങനാണ് കിട്ടുന്നത് തരേണ്ടതെന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അത്രയും ഒരു ക്ഷമ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഹരേ കൃഷ്ണ. ഗീതാജി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഹരേ കൃഷ്ണ. സ്മിതമാതാജി, നമുക്ക് നേരെ ഈ മാസത്തിന്റെ പ്രത്യേകതയിലേക്ക് പോകാം. പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നാരദ മുനി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്